തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ പ്രശ്നം രൂക്ഷമാവുകയാണ്. മണ്ണന്തലയിലും ഇപ്പോൾ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. നൃപൻ ചേരുകയാണ് ഈ റിബൽ സ്ഥാനാർത്ഥിക്കൊപ്പം. നൃപൻ, തീർച്ചയായും ഷമ്മി, തിരുവനന്തപുരത്ത് ഒരിടത്ത് മാത്രമല്ല, നമ്മൾ രാവിലെ ഉള്ളൂരിലെ കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായ സംഭവം മണ്ണന്തലയിലുമുണ്ട്. മണ്ണന്തലയിൽ ഷിജിൻ കെ ജയൻ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. മാത്രമല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, വാർഡ് കമ്മിറ്റി അടക്കം നേരത്തെ തീരുമാനിച്ചത് ഷിജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷേ വനജ രാജേന്ദ്ര ബാബുവിനെയായിരുന്നു സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. വനജ രാജേന്ദ്ര ബാബുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരും അവരുടെ ഭർത്താവും തുടർച്ചയായി ഇവിടെ പ്രതികരിക്കുന്ന ആളാണ്. മത്സരിക്കുകയും വിജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 വർഷത്തോളം അവർ തന്നെയാണ്, ഒരു കുടുംബം ഇവിടെ സ്ഥാനാർത്ഥിത്വം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം പിടിച്ചു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. മാത്രമല്ല, യുവാക്കളെ തടയുന്നു എന്നതാണ് ഷിജിൻ കൈരളി ന്യൂസിനോട് പറയുന്നത്. ഷിജിൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ നിന്ന് നോമിനേഷൻ നൽകുന്നതിന് വേണ്ടി ഷിജിൻ പോവുകയാണ്. അതിനു മുമ്പാണ് നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു, റിബലായി മത്സരിക്കാൻ തീരുമാനിച്ചു. എന്ത് പ്രതിഷേധമാണ് കോൺഗ്രസ് ലീഡർഷിപ്പിന് ഈ ഘട്ടത്തിലും ഷിജിന് പറയാനുള്ളത്? കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥി ഇതുവരെയും ആരും പ്രഖ്യാപിച്ചിട്ടില്ല, കോൺഗ്രസ് പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും രണ്ട് പേരുകൾ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പേരുകളും തള്ളി വീണ്ടും പഴയ സ്ഥാനാർത്ഥി തന്നെ കൊടുത്തതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിപ്പോൾ എനിക്ക് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു നേതാവിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നേതാവിൻ്റെ പേരും തള്ളിയിട്ടാണ് ഈ 30 വർഷം കൊണ്ട് നിൽക്കുന്നവരുടെ പേര് വീണ്ടും വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത്. ഈ പ്രാദേശികമായി നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിവിധ സമുദായ സംഘടനകൾ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മിറ്റികളിൽ ഉന്നയിക്കുകയോ നേതാക്കൾ എന്താണ് മറുപടി നൽകിയത്? അല്ല, അത് മൊത്തത്തിൽ ഒരു നേരത്തെ ഉള്ള സ്ഥാനാർത്ഥിയെ പറ്റി ഒരു ഇതുണ്ട്. അപ്പോൾ അതെല്ലാം അവഗണിച്ചാണ് പാർട്ടി അവരെ തന്നെ വീണ്ടും പരിഗണിച്ചത്. അതിലൊരു പ്രതിഷേധമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവർത്തകരുടെയൊക്കെ പിന്തുണ? എല്ലാ പ്രവർത്തകരും കൂടെയുണ്ട്. കോൺഗ്രസിലെ ഏകദേശം എല്ലാ പ്രവർത്തകരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടുത്തെ മണ്ഡലം ഭാരവാഹികളടക്കം പിന്തുണയായി രംഗത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരസ്യമായിട്ട് വന്നിട്ടുണ്ടോ അവർ? പരസ്യമായിട്ടുണ്ട്. അവരെല്ലാം മണ്ഡലം ഭാരവാഹികളാണ്, ബൂത്ത് പ്രസിഡന്റ്മാരാണ്. അവരെല്ലാം ഇപ്പോൾ എൻ്റെ കൂടെയാണ്. ഓക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഈ സംഭവം ബന്ധപ്പെട്ട് ഷിജിൻ്റെ വാർത്ത നമ്മൾ കൈരളി ന്യൂസ് അടക്കം മാധ്യമങ്ങൾ നേരത്തെ ചെയ്തതാണ്. ആരെങ്കിലും ലീഡർഷിപ്പിൽ നിന്ന് ആരെങ്കിലും ഈ പിന്മാറണമെന്നോ ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്നോ ഒരു ഒത്തുതീർപ്പിന് ആരെങ്കിലും അനുനയ നീക്കത്തിന് വന്നിട്ടുണ്ടായിരുന്നു? ഉന്നത നേതാക്കളാരും വിളിച്ചിട്ടില്ല, എന്നാലും 1-2 പേര് വിളിച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷേ അവരോട് ഈ കാര്യം പറഞ്ഞു? ഇല്ല, ഞാൻ എൻ്റെ ഉറച്ച തീരുമാനമാണ്, നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉറച്ച തീരുമാനമാണ്. അത് ഒരിക്കലും നോമിനേഷൻ ഇന്ന് സമർപ്പിക്കുകയാണ്, ഒരിക്കലും പിന്നോട്ടില്ല. ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടോ? അതെ, ശക്തമായി. ഞാനും എൻ്റെ നാട്ടുകാരും എല്ലാം എൻ്റെ കൂടെയുണ്ട്. ജയിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു? അതെ, വൈസ് പ്രസിഡന്റാണ് മണ്ണന്തല. 200ഓളം പ്രവർത്തകർ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ 50 വർഷം കൊണ്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരും കൂടെയാണ്. 35 കൊല്ലം കൊണ്ട് ഒരു ബൂത്ത് പ്രസിഡന്റ് കൂടെയാണ്. അപ്പം ഈ നോമിനേഷൻ ഇത് നമ്മൾ നേരത്തെ DCCയിൽ പേപ്പർ കൊടുക്കുമ്പോഴത്തേക്കും ഷിജിന് കൊടുക്കാമെന്നാണ് വാക്ക് പറഞ്ഞത്. വീണ്ടും രാജേന്ദ്ര ബാബുവാണ് ഇത് അട്ടിമറിച്ചത്. ഈ അമ്പലത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയും കൂടെയാണ് രാജേന്ദ്ര ബാബു. അപ്പം അതിൻ്റെ പേരിലാണ് പിന്നെ മുരളി സാറിന് പേപ്പർ അയച്ചായിരുന്നു ഇവിടെ നിന്ന്. എന്നിട്ട് കേരളാമുദിയിലൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതുമെല്ലാം അട്ടിമറിച്ചാണ് ഇപ്പോൾ ഇവർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് ബൂത്തുകളിലെ വാർഡ് തലത്തിലോ ഒരു വികസനവും വലുതായിട്ട് ചെയ്തിട്ടില്ല. ആ ഒരു കണ്ടീഷനിലാണ് വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഒപ്പം ഷിജിൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ പാർട്ടിയിൽ നിന്ന് എല്ലാം രാജിവെച്ചിട്ടാണ് ഇപ്പോൾ ഷിജിൻ്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ എന്നെ വിളിച്ച് DCCയിൽ നിന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രാവശ്യം ഷിജിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ 200ഓളം പേര്, മൊത്തം 6 ബൂത്തുണ്ട്. അതിൽ 4 ബൂത്തിലെ പ്രസിഡന്റുമാരും ഷിജിൻ്റെ കൂടെ ഇപ്പോൾ. ഞാനും 35 വർഷം കൊണ്ട് ബൂത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും വിജയം നമുക്ക് ഉറപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഈ അമ്പല മുന്നിൽ വെച്ച് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും ഈ സ്ഥാനാർത്ഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അത് ശരിയാണ്? അത് ശരിയാണ്. ഇവിടെ പൂട്ടൊക്കെ അടിച്ച് പൊട്ടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ലോക്കറൊക്കെ അടച്ച് കാണികയെ പറ്റിയൊക്കെ ഉരുപ്പടിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ അമ്പലം പുള്ളിയുടെ പേർക്ക് എഴുതിയെന്നൊക്കെ പറയുന്നു, അത് അറിയില്ല. അതുപോലെ ആ കാണുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് മണ്ണന്തലത്തെ, പഴയ ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് പഴയ മുമ്പ്. എൻ്റെ കൊച്ചുനാൾ മുതൽ പുള്ളി ആണ്. രാമചന്ദ്രനും കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ അത് നേരെ മറിച്ച് 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്. 2 പേരും മാറിയും തിരിഞ്ഞാണ് ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത്, വേറെ ആൾക്കാർ കൊടുക്കാതെ.
തീർച്ചയായും ഷമ്മി, അവരുടെ വികാരമാണ്. പ്രവർത്തകർ പ്രധാനപ്പെട്ട ഈ ഇതിൽ വരുന്ന ബൂത്തിലെ വാർഡിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഷിജിനൊപ്പമാണ്. ഇവിടെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ അവർ ഓരോരുത്തരും ഷിജിനൊപ്പം ചേരുന്ന കാഴ്ചയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ല. കോർ കമ്മിറ്റി ഐകകണ്ഠേനാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് എന്നൊക്കെയാണ് കെ മുരളീധരൻ നേരത്തെ ജില്ലാ കോർ കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരുടെ കേട്ടാൽ, ഷിജിനടക്കം ബാക്കി പ്രവർത്തകർ പറഞ്ഞാൽ അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ പലയിടത്തു നിന്ന് കെട്ടിയിറക്കി എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ് മണ്ണന്തലയിലെ ഷിജിൻ്റെ സ്ഥാനാർത്ഥിത്വം. കാരണം താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരുടെ അവരുടെ ഭാഗം കേട്ടിട്ടില്ല. ജനകീയമായി ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ള പലരെയും പരിഗണിച്ചിട്ടില്ല. യുവ നേതാക്കളെ പലരെയും ഒഴിവാക്കി എന്ന വാദം അംഗീകരിക്കുന്നതാണ് മണ്ണന്തലയിൽ ഷിജിൻ്റെ സ്ഥാനാർത്ഥിത്വം. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം കോർപ്പറേഷൻ വാർഡിൽ മണ്ണന്തലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഷമ്മി. നൃപൻ, വളരെ നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് ഞങ്ങളിതാ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന മട്ടിലാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു വരവ്. പിന്നീട് ഇങ്ങോട്ട് ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. പല സ്ഥലങ്ങളിലും ആൾക്കാർ രാജിവെക്കാൻ തയ്യാറാവുന്നു. മണക്കാട് സുരേഷ് അടക്കമുള്ളവർ രാജി സന്നദ്ധത അറിയിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യം. മുട്ടടയിലെ സ്ഥാനാർത്ഥി ഈ പറയുന്നത് പോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരികയാണ്. ദേ ഇപ്പോൾ ഇന്ന് 2 റിബൽ സ്ഥാനാർത്ഥികളുടെ ഇൻ്റർവ്യൂ ആണ് നൃപൻ എടുക്കുന്നത്. മൊത്തത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം, ഒരു വ്യക്തതയില്ലായ്മ ഒക്കെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഷിജിൻ്റെ പിന്തുണയായി വിവിധ ആൾക്കാരെത്തി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പൗരപ്രമുഖനായിട്ടുള്ള ഒരാൾ തന്നെ ഷിജിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രതികരിക്കാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷിജിനിപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക നൽകാൻ പോവുകയാണ്. അതിനകത്തുള്ള കോൺഗ്രസിനുള്ള ആഭ്യന്തര പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ജനകീയ ബന്ധമുള്ള ആൾക്കാരെ പൂർണ്ണമായി തഴഞ്ഞു എന്നതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം അല്പവും പ്രതികരിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകുമ്പോൾ വ്യക്തമാക്കാനുള്ളത്? തീർച്ചയായിട്ടും യുവാക്കൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകത്തില്ല. രാഷ്ട്രീയത്തിൽ നമുക്ക് രണ്ടാമത്തേതും മൂന്നാമത്തേതും തലമുറകളെ വരെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കോൺഗ്രസ്സിന് പറ്റിയിരിക്കുന്നത്, കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരേ കുടുംബത്തിൽ നിന്ന് 2 പേര്, ഭർത്താവും ഭാര്യയും മറിച്ചും തിരിച്ചും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവാക്കൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ. അതുതന്നെയല്ല, കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയില്ല. ഷിജിൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ 13ാം വാർഡിൽ ജനിച്ചു വളർന്ന ഒരു യുവാവാണ്. തീർച്ചയായിട്ടും പൊതുജനങ്ങളുമായിട്ടെല്ലാം ഇവിടെ സഹകരണമുള്ള ഒരു വ്യക്തിയാണ് പ്രിയ ഷിജിൻ. അതുകൊണ്ട് ഷിജിൻ്റെ സ്ഥാനാർത്ഥത്തിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണ്. ഞങ്ങളിപ്പോൾ കളക്ടറേറ്റിൽ പോവുകയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട്. തീർച്ചയായും ഷമ്മി കേട്ടല്ലോ, നമ്മൾ പൊതു അവസ്ഥ ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്യമായി ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നവരെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് ലീഡർഷിപ്പ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അവരും നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. ഇവിടുത്തെ ഒരു കാര്യം ഇവരെല്ലാം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ 30 വർഷമായി ഭാര്യയും ഭർത്താവും മാറി മാറി, വനജയും രാജേന്ദ്രബാബുവും മാറി മാറി മത്സരിക്കുന്നു, ഇടയ്ക്ക് തോൽക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സര രംഗത്ത് വരുന്നു. അതിൽ ഗൗരവതരമായ കാര്യം, അതിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഇതുവരെ ഇടപെട്ട് പരിഹരിക്കാനോ പ്രാദേശിക തലത്തിൽ പ്രശ്നം പരിഹരിക്കാനോ ഇടപെട്ടില്ല എന്നതാണ്. അപ്പോൾ കെ മുരളീധരനൊക്കെ പറയുന്നത് ഈ പ്രസംഗമല്ല, യഥാർത്ഥത്തിൽ പ്രവർത്തനത്തിൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ ഷിജിൻ്റെ സ്ഥാനാർത്ഥിത്വം. ഷമ്മി. തീർച്ചയായും നൃപൻ, ഈ ഭാര്യയും ഭർത്താവും മാത്രം അവിടെ മത്സരിച്ചാൽ മതിയെന്ന് കോൺഗ്രസ് തീരുമാനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായും കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഈ ഭാര്യയും ഭർത്താവും ഏറ്റെടുത്തോ? എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? പ്രാദേശികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് കമ്മിറ്റിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ ചില പ്രശ്നമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പഴയ നേതൃത്വമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇടയ്ക്ക് ഈ വനജ രാജേന്ദ്രബാബു ഒരിക്കൽ രാജിക്കത്ത് നൽകി. പിന്നെ DCCയിൽ വിളിച്ച് അവരെ രാജിക്കത്ത് പിൻവലിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് പരിഹരിക്കാൻ കഴിയുന്നില്ല. അത് കാരണമുള്ള പ്രശ്നം അല്പം മുമ്പ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഈ ഷിജിന് നിർണായകമായി പിന്തുണ നൽകുന്ന ഒരാൾ തന്നെ പറഞ്ഞത്, ഈ പ്രാദേശിക ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നില്ല, യുവതലമുറയെ തഴയുന്നു എന്നതാണ്. ഇത്
താഴെത്തട്ടിൽ പരിഹരിക്കാൻ ലീഡർഷിപ്പ് ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ അതിലേക്ക് വിടുകയാണ്. ഇതിനിടയിലാണ്, ഈ തിരക്കിനിടയിലാണ് കൈരളി ന്യൂസിനോട് ഈ ഷിജിനും ഒപ്പം തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും അവർ തന്നെ വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നവർ തന്നെ പരസ്യമായി രംഗത്ത് വരികയാണ്. ഷമ്മി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്.